അവരുടെ കാല് പിടിച്ചിട്ടായാലും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ പണം കൊടുത്ത് അവർക്ക് പരാതിയില്ലെന്ന് എഴുതി വാങ്ങിക്കാം. കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നതിന് നമുക്ക് വേണമെങ്കിൽ പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിക്കാം. ആരുടെ കാല് പിടിച്ചിട്ടായാലും കൊടുക്കാന്ന് പറഞ്ഞ കോമ്പൻസേഷൻ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പരാതിയില്ലെന്ന് ഞാൻ എഴുതി വാങ്ങിച്ചോളാം. ഇനിയും ആ ലോക്കപ്പിലിട്ട് അച്ഛനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സർ. ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്തായാലും അവരെന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട് സർ. കോമ്പൻസേഷൻ കൊടുത്തിട്ട് നമ്മൾ അവരോട് സംസാരിച്ചാൽ അവർ ഇക്കാര്യം സമ്മതിക്കും. ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും സർ. അർച്ചനോട് ആത്മവിശ്വാസത്തെ ഞാൻ സമ്മതിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എന്താ സർ, ഞാൻ അച്ഛനുള്ള മരുന്നും ആഹാരമൊക്കെ ആയിട്ട് വന്നതാ. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാൻ അയാൾ ഇവിടെ സുഖവാസത്തിന് വന്നേന്നുമല്ല, കൊലക്കേസിലെ പ്രതിയാ. രാത്രിയിൽ ഒരു സന്ദർശകരെയും അനുവദിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇതും കൊണ്ട് തിരിച്ചു പോകുന്നതാണ് നല്ലത്. സർ പ്ലീസ്, സുഖമില്ലാത്ത ആളാ, ഡയറ്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നത്. അതൊന്നും പറ്റില്ല. അയാൾക്ക് ആഹാരം വേണമെങ്കിൽ പോലീസുകാർ വാങ്ങിച്ചു കൊടുത്തോളൂ. രാത്രിയിൽ ആഹാരവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. പ്ലീസ് സർ, പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ ഇതൊന്ന് കൊടുത്തിട്ട് പൊയ്ക്കോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ സർ? ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും കിടന്നിട്ടുള്ള ആളല്ല അച്ഛൻ. അതിന്റെ കുഴപ്പമൊക്കെ ഇപ്പൊ മാറിക്കാണും. ഇനിയും ഒരുപാട് ദിവസങ്ങൾ ലോക്കപ്പിലും ജയിലുമായിട്ടൊക്കെ കിടക്കാനുള്ളതല്ലേ. അപ്പോ അതെല്ലാം മാറിക്കോളും. എല്ലാ സാഹചര്യത്തോടും അയാൾ പൊരുത്തപ്പെടും. അച്ഛന്റെ ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ മരുന്നിന്റെ ഒക്കെ കാര്യം ഞാനാ നോക്കുന്നത്. ഒരു നേരം മരുന്ന് കഴിക്കാതിരുന്ന അച്ഛന് വയ്യാണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി വരും. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കുന്നതല്ലേ സർ? ഇത് വല്ലാത്ത പുലിവാലായല്ലോ. ശരി ശരി, മരുന്നും ആഹാരമൊക്കെ കൊടുക്കാം. പക്ഷെ തന്നെ അതിനകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. പകരം ഒരു കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഇത് കൊടുത്തേക്കാം. മതി സർ, അങ്ങനെയായാലും മതി. കോൺസ്റ്റബിൾ സർ. എടോ, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ സർ. ഇത് അച്ഛനുള്ള മരുന്നോ? രാവിലത്തേക്കുള്ളതും ഇതിനകത്തുണ്ട്. രണ്ടും ഒന്ന് നോക്കി കഴിക്കാൻ അച്ഛനോട് പറയണേ. അതൊക്കെ അയാൾ വേണ്ട പോലെ നോക്കി കഴിച്ചോളൂ. ഇയാൾ പോ. ശരി സാർ. താനും പോ.